everyone, welcome to my channel English with LCS. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും ഞാൻ ഇന്ന് നിൽക്കുന്നത് ധർമ്മടം അതായത് തലശ്ശേരിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസസ് ആയ ധർമ്മടം ബീച്ചിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ വളരെ മനോഹരമായൊരു വ്യൂ ആണ്. ആൻഡ് ഇഫ് യു ആർ ആൻ ആഡൻറ്റ് ട്രാവലർ, ഓക്കെ, ആഡൻറ്റ് ആയിട്ടുള്ളൊരു ട്രാവലർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു വിസിറ്റ് ദിസ് പ്ലേസ് ബിക്കോസ് ഇവിടെ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ദർ വാസ് എ ഷിപ്പ് ഹിയർ. ഇവിടെ ഒരു ഷിപ്പൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെൻ യു റീച്ച് ഹിയർ, നിങ്ങളിവിടെ വരുന്ന സമയത്ത് നിങ്ങളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ ദ്വീപാണ്. യെസ്, ധർമ്മടം എന്ന് പറയുന്നത് ആക്ച്വലി തുരുത്ത് എന്നുള്ള രീതിയിലാണ് അതിനെ വിളിക്കുന്നതെങ്കിലും അത് ഒരു ദ്വീപാണ്, വേർ നോ വൺ യൂസ് ടു ലിവ് ആൻഡ് ഓൾ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിഷ് റിലേറ്റഡ് യൂസേജസ് ആണ്. യെസ്, അതായത് ഇൻ ഇംഗ്ലീഷ് വി ഹാവ് മെനി യൂസേജസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫിഷ്. അപ്പോൾ നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസേജസ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ഫിഷുമായിട്ട് അല്ലെങ്കിൽ മീനുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് ഇംഗ്ലീഷ് യൂസേജസ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് യൂസേജ് ദാറ്റ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു ഇസ് ബിഗ് ഫിഷ്. യെസ്, ബിഗ് ഫിഷ് മീൻസ് നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ, അതായത് ഇപ്പോൾ പൊളിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ സിനിമയാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയാവാം, ആ മേഖലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ബിഗ് ഫിഷ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ബറാക് ഒബാമ വാസ് വൺ ഓഫ് ദി ഫേമസ് പേഴ്സൺ ഇൻ പൊളിറ്റിക്സ്, or we can say that Mohanlal is one of the big fish in Indian film industry. ഇനി രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I want to fry a big fish. I wanted to fry a big fish. Wanted to fry a big fish എന്നതിൻ്റെ മീനിങ്, ഇപ്പം നിങ്ങളുടെ കസിൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ, നിങ്ങളുടെ സിസ്റ്റർ ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് അസൈൻമെൻറ്റ് ചെയ്തു തരുമോ അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ പ്രൊജക്റ്റ് ചെയ്തു തരുമോ ഇൻ ദിസ് പാൻഡമിക് സിറ്റുവേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന ഒരു യൂസേജാണ് I wanted to fry a big fish. No, I can't do your homework because I have to fry a big fish. Fry a big fish എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിച്ചണിൽ എനിക്ക് വലിയൊരു ഫിഷ് കിട്ടിയിട്ടുണ്ട്, അതിനെ ഫ്രൈ ചെയ്യണം എന്നതല്ല, മറിച്ച് യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. അതായത് കുറേ ജോലികൾ നിങ്ങൾക്ക് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന യൂസേജാണ് I wanted to fry a big fish. ഇനി മറ്റൊരു യൂസേജ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദിസ് വൺ, അതായത് ബിഗ് ഫിഷ് ഇൻ എ സ്മോൾ പൗണ്ട്. ഓക്കെ, ബിഗ് ഫിഷ് ഇൻ എ സ്മോൾ പോണ്ട് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കർ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പിരിഞ്ഞതിന് ശേഷം മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ അദ്ദേഹം പോവുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഫ് ഇറ്റ് ഈസ് ന്യൂ ടു ഹിം, പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അപ്പോൾ അവിടെയുള്ള ആളുകൾ ഡെഫിനറ്റായിട്ടും ഇദ്ദേഹത്തിനേക്കാളും എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകളാണെങ്കിൽ നമുക്ക് ഇയാളെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു യൂസേജ് അല്ലെങ്കിൽ വിശേഷണമാണ് ബിഗ് ഫിഷ് ഇൻ എ സ്മോൾ പോണ്ട്. അതായത് അയാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് വെൻ കമ്പയർ ടു ദി അതർ പേഴ്സൺസ്. അപ്പോൾ ബാക്കിയുള്ളവർ ഇദ്ദേഹത്തിൻ്റെ അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹി ഈസ് എ ബിഗ് ഫിഷ് ഇൻ എ സ്മോൾ പോണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫിഷ് റിലേറ്റഡ് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ടെയിൽ. ഫിഷ് ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ പേഴ്സൺ ഇസ് ആക്ച്വലി ലൈയിങ് ടു അസ്, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ നുണ പറയുകയോ അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഹി ഈസ് ആക്ച്വലി മേക്കിംഗ് എ ഫിഷ് ടെയിൽ. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് പേഴ്സൺ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്, ബട്ട് ഐ തിങ്ക് ഷി ഈസ് മേക്കിംഗ് എ ഫിഷ് ടെയിൽ ഓർ ഷി ഈസ് ടെല്ലിംഗ് എ ഫിഷ് ടെയിൽ. ഫിഷ് ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് നോട്ട് റിയൽ, അല്ലെങ്കിൽ ട്രൂത്ത് അല്ലാത്ത കാര്യത്തെ, സത്യസന്ധമല്ലാത്ത ഒരു കാര്യത്തെ നുണ പറയുന്നതിനെയാണ് നമ്മൾ പറയുക ഫിഷ് ടെയിൽ. ഇനി അടുത്തൊരു യൂസേജ് ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, ദാറ്റ് ഈസ് ഫിഷിംഗ് എറൗണ്ട്. ഫിഷിംഗ് എറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഫുള്ള് പോകുന്നു അല്ലെങ്കിൽ ഓരോ കടപ്പുറത്ത് പോകുന്നു എന്നതല്ല മീനിങ്, ബട്ട് ഫിഷിംഗ് എറൗണ്ടിൻ്റെ മീനിങ് ആണ് വി ആർ സെർച്ചിങ് ഫോർ സംതിങ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണാതായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കീ രാവിലെ എണീറ്റിട്ട് വണ്ടിയുടെ കീ പരതുമ്പോൾ അല്ലെങ്കിൽ തിരയുന്ന സമയത്ത് നമുക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ വി വിൽ സെർച്ച്
all our house. നമ്മൾ ഈ വീടിൻ്റെ എല്ലാ മുക്കിലും കോർണറിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ കീ പരതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ് ഫിഷിംഗ് എറൗണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റൻസ് ആക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് ഫിഷിംഗ് എറൗണ്ട് ഓർ ഷീ ഈസ് ഫിഷിംഗ് ത്രൂ ഹർ പേഴ്സ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ സെൽഫോൺ. സെൽഫോൺ കാണാതായപ്പോൾ വാട്ട് ഷീ ഈസ് ഡൂയിങ്, ഷീ ഈസ് ഫിഷിംഗ് എറൗണ്ട് ഹർ പേഴ്സ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ സെൽ ഫോൺ. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു വളരെ രസകരമായൊരു യൂസേജ് ആണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. സോ യു നോ ദ കണ്ടീഷൻ ഓഫ് ഫിഷ് വെൻ ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഓഫ് ദി വാട്ടർ. ഒരു വാട്ടർ എന്ന് അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളൊരു അക്വേറിയത്തിൽ നിന്ന് ഒരു ഫിഷിനെ എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ സ്ട്രഗിൾ, ഇസ്ന്റ് ഇറ്റ്? അതായത് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ദ ഫിഷ് വിൽ സ്ട്രഗിൾ അ ലോട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുക ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് എ പേഴ്സൺ ഈസ് ന്യൂ ടു ആൻ ഓഫീസ്, ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരാൾ പുതുതായിട്ട് അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ഫീൽ ഹിംസെൽഫ് ഓർ ഹെർ സെൽഫ് ആസ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. അതായത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പുതിയ ഓഫീസുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ചൊരു കാലതാമസം അദ്ദേഹത്തിന് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ പറയുന്നത് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ ഇൻ ദാറ്റ് പ്ലേസ് ഓർ ഇൻ ദാറ്റ് പൊസിഷൻ. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു യൂസേജ് വിച്ച് ഇസ് അഗെയിൻ ഓഫ് കോഴ്സ് റിലേറ്റഡ് വിത്ത് ദിസ് ഫിഷ് ഇസ് ദാറ്റ് ഓഫ് ഫിഷ് ഐ. ഫിഷ് ഐ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ, അതായത് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ ഒരു ലോകത്ത് കാണുകയാണെങ്കിൽ എത്ര ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലേക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ആളുകൾക്കുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഫിഷ് ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരിക്കലും മൂടാതെ നമ്മൾ എപ്പോഴും തുറന്ന് വെച്ചിട്ടാണ് ഫിഷിൻ്റെ ഐനെ കാണാൻ പറ്റുക. അപ്പോൾ അതേപോലെ ആയിരിക്കും ദീസ് പേഴ്സൺസ് വിൽ ബി. അവരെപ്പോഴും ചുറ്റുപാടിനെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ഒരു ശ്രദ്ധയോടുകൂടി നോക്കുന്ന ആളുകൾക്കാണ് നമ്മൾ പറയുക ഫിഷ് ഐ. So we can say that he is actually having a fish eye on everything. That means he is a person who know everything related to this world. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ് he drink as a fish. So drink like a fish, drink like a fish എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ അല്ലെങ്കിൽ കള്ള് നമ്മൾ കൂടുതലായിട്ടും കുടിക്കുന്ന ആളുകളെയാണ് നമ്മൾ പറയുക ഹി ഡ്രിങ്ക് ആൽക്കഹോൾ ലൈക്ക് എ ഫിഷ് ഓർ ഹി യൂസ് ടു ഡ്രിങ്ക് ആൽക്കഹോൾ ലൈക്ക് എ ഫിഷ്. അതായത് വളരെ നല്ലവണ്ണം കുടിക്കുന്ന ആളുകളെയാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളെയാണ്, ഡ്രങ്കാർഡിനെയാണ് നമ്മൾ പറയുക ഹി ഡ്രിങ്ക്സ് ലൈക്ക് എ ഫിഷ്. ഒരു ഫിഷിനെ പോലെയാണ് അദ്ദേഹം കുടിക്കുക എന്നതല്ല മീനിങ്. ഹി ടേക്സ് എ ലോട്ട് ഓഫ് ആൽക്കഹോൾ ഓർ ഹി ഇൻടേക്സ് എ ലോട്ട് ഓഫ് ആൽക്കഹോൾ ഇൻ ടു ഹിസ് ബോഡി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പറയുക ഹി ഡ്രിങ്ക്സ് ആൽക്കഹോൾ ലൈക്ക് എ ഫിഷ്. സോ ഇത്രയും യൂസേജസ് ആണ് ഫിഷ് റിലേറ്റഡ് വൺസ് ദാറ്റ് ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു വെൻ ഐ reached in this atmosphere. So see you soon in my next video. Till then, bye bye.